ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ നമ്മുടെ വലത്തുവശത്ത് ഒരു കാവൽമാലാക ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോഴും അതിൻ്റെ വലത്തുവശത്ത് ഒരു കാവൽമാലാക ഉണ്ടാകും. മാമോദിസ കഴിഞ്ഞാൽ ആ പൈതലിൻ്റെ ഇടത്തുവശത്തും ഒരു കാവൽമാലാക ഉണ്ടാകും, വലത്തുവശത്ത് ഒരു മാലാക ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പൈതങ്ങളുടെ മുഖം കണ്ടാൽ മാലാകമാരെ പോലെ ആരോടൊക്കെ സംസാരിക്കുന്നോ ആരോടൊക്കെ ചിരിക്കുന്നത് പോലൊക്കെ നമുക്ക് തോന്നുമല്ലോ. അത് മാലാകയാണ്. ഓരോ പൈതലും മാലാകയാണ്. ഇടത്തുവശത്തെ മാലാക മാമോദിസ മുങ്ങുന്നത് പുരുഷന്മാരാണെങ്കിൽ ഏതെങ്കിലും ഒരു പരിശുദ്ധൻ്റെ നാമത്തിലാണെങ്കിലോ, സ്ത്രീയാണെങ്കിൽ ഏതെങ്കിലും ഒരു പരിശുദ്ധയുടെ നാമത്തിലാണല്ലോ. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ പൈതൽ പ്രായം മുതൽ ഇടത്തും വലത്തുമായി കാവലായിട്ട് രണ്ട് മാലാകമാരുണ്ടാകും. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ഞാൻ നിന്നെ പോറ്റുമെന്ന് വാഗ്ദാനം നൽകുന്നത് ഈ മാലാകയുടെ സംരക്ഷണം കൊണ്ടാണ്. പക്ഷെ വളർന്നു വന്നു കഴിയുമ്പോൾ എൻ്റെ ചില പിടിവാശികൾ, എൻ്റെ ചില വൈരാഗ്യങ്ങൾ, എൻ്റെ ചില പിണക്കങ്ങൾ, എൻ്റെ ചില ദുഷ്ടതകൾ മാലാകയ്ക്ക് ഏഴയലത്ത് പോലും വരാൻ പറ്റുകയില്ല, അടുക്കാൻ പോലും പറ്റുകയില്ല. അത്രത്തോളം ഓർക്കുക, കാൽ കല്ലേ തട്ടുന്നുവെങ്കിൽ, നിന്ന വഴിക്ക് വീഴുന്നുവെങ്കിൽ കാവലായിട്ടുള്ളത് നമ്മൾ നിന്ന് അകന്നു പോകുമ്പോഴാകാം നമ്മുടെ ജീവിതങ്ങൾ മാലാകയെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ തിരുനെറ്റിക്ക് വരച്ച ഏത് പരിശുദ്ധിയാകാം. ആ പരിശുദ്ധിയുടെ കാവൽ നമുക്കെന്നും ഉണ്ടായിരിക്കണം ജീവിതാന്ത്യം വരെയും. ഒരു രാജാവിൻ്റെ രാജസന്നദ്ധിയിലേക്ക് ദരിദ്രനാകുന്ന ഒരു മനുഷ്യൻ കടന്നു ചെന്നിട്ട് പറയുകയാണ്, രാജാവേ, ജീവിക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കയ്യിൽ ജീവിക്കാനായിട്ട് യാതൊരു മാർഗവും സമ്പത്തുമില്ല. ഉടനെ രാജാവ് ദരിദ്രനാകുന്ന ഭൃത്യനോട് പറയുകയാണ്, ആരാണ് പറഞ്ഞത് നീ ദരിദ്രനാണെന്ന്? നിന്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ നേരെ പകുതി എനിക്ക് നീ നൽകിയാൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് ദാനമായിട്ട് നൽകാം. ഉടനെ ദരിദ്രനാകുന്ന ഭൃത്യൻ ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ കയ്യിൽ സമ്പത്ത്? രാജാവ് പറയുകയാണ്, 2 കണ്ണുകൾ ദൈവം നിനക്ക് ദാനമായി നൽകിയില്ലേ, അതിലൊരു കണ്ണിനെ നീ എനിക്ക് ദാനമായിട്ട് നൽകുക. 2 കൈകൾ ദൈവം നിനക്ക് ദാനമായിട്ട് നൽകിയില്ലേ, അതിലൊരു കൈ നീ എനിക്ക് ദാനമായിട്ട് നൽകുക. 2 കാലുകൾ ദൈവം നിനക്ക് ദാനമായിട്ട് നൽകിയില്ലേ, അതിലൊരു കാലിനെ നീ എനിക്ക് ദാനമായിട്ട് നൽകുക. 2 ആൺകുട്ടികളെ ദൈവം നിനക്ക് ദാനമായി നൽകിയില്ലേ, അതിലൊരാൺകുട്ടിയെ നീ എനിക്ക് ദാനമായിട്ട് നൽകുക. അപ്പോഴാണ് ഈ ദരിദ്രനാകുന്ന ഭൃത്യന് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ സമ്പന്നതകളെ ഓർത്തുള്ള ഒരു ബോധ്യമുണ്ടാകുന്നത്. മാതാപിതാക്കളെ, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, ആലയത്തിലേക്ക് വരുമ്പോൾ, പെരുന്നാളിന് കടന്നു വരുമ്പോൾ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും പരിഭവപ്പെടരുത്. കിട്ടിയ കാര്യങ്ങളെ ഓർത്ത് എന്നും നന്ദി സ്തോത്രവും ഉള്ളവരാകണം. പണ്ട് തൊട്ടേ നമ്മുടെ ഒരു പാരമ്പര്യമാണ്. ആദ്യമായിട്ടൊരു ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ദൈവം സാധിക്കുമെന്നുള്ളത്. ഞാനും അങ്ങനെ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന ദേവാലയങ്ങളിൽ ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന സങ്കടങ്ങളെ 1, 2, 3 എന്ന് കൃത്യമായി എണ്ണി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നീറുന്ന 1, 2, 10 നൊമ്പരങ്ങൾ കാണും. പക്ഷെ ഓർക്കുക, 40, 50, 60, 80 വർഷക്കാലത്തിനുള്ളിൽ ചോദിക്കാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ചോദിക്കുന്ന, ഇപ്പോൾ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി ചോദിക്കാത്ത എത്രയോ കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം സമൃദ്ധിയായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധി കടന്നു വരുമ്പോൾ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മളാരും പരിഭവപ്പെടരുത്. അവിടെയാണ് പെരുന്നാളുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹവും ഐശ്വര്യവുമായി തീരുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് പരിഭവപ്പെടാതിരുന്ന ഒരു ഗൃഹസ്ഥനെയാണ് ഈ സന്ധ്യയ്ക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് പരിഭവപ്പെടാതിരുന്ന, നിരാശനാകാതിരുന്ന ഒരു ഗൃഹസ്ഥൻ. നമുക്കെല്ലാം പരിചിതമാകുന്ന ഒരു വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും പരിചിതമാകുന്ന ഒരു വേദഭാഗം. കാനാവിലെ കല്യാണം. യേശു തമ്പുരാനെ ക്ഷണിക്കുകയാണ്. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു തമ്പുരാൻ, മാതാവിൻ്റെ മധ്യസ്ഥത, കർത്താവിൻ്റെ സാന്നിധ്യം, പലപ്പോഴും ആ വചനത്തെ ആസ്പദമാക്കി ഒത്തിരി നമ്മൾ ദൈവവചന ശുശ്രൂഷകൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഓർക്കുക, ആ വേദഭാഗത്തിൽ പറയപ്പെടാത്ത ഒരു കഥാപാത്രമുണ്ട്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോകുമ്പോൾ ആദ്യം ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ കല്യാണം ഏറ്റവും മനോഹരമാകണമെന്ന് ഓർത്ത് ഏറ്റവും കൂടുതൽ നെറ്റിയിലെ വേർപ്പൊഴുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരായിരിക്കാം? കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനാണ്. ഓർക്കുക, അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആദ്യം മുഖം വാടിയതും ഹൃദയം തകരേണ്ടിയിരുന്നതും ഈ ഗൃഹസ്ഥൻ്റേതാണ്. ജീവിതത്തിൽ ഓർക്കുക, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ 18-ാമത്തെ വയസ്സിൽ കുടുംബത്തെ പോറ്റാൻ, മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ, സഹോദരങ്ങളെ ഒരു നിലയിലാക്കാൻ നാടും വീടും വിട്ട് ഇറങ്ങിയവൻ പുരുഷനാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ സമ്പാദിച്ച ഒരു തുണ്ട് ഭൂമി പോലും, ഒരു തുട്ട് നാണയം പോലും ഇല്ലാതെ കടത്തിണ്ണയിൽ കിടക്കേണ്ടി വരുന്ന ചില മനുഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങളും നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പുരുഷനായിരുന്നു ഓരോ കുടുംബവും ഒരു നിലയിലാക്കി തീർത്തിരുന്നത്. പക്ഷേ ഒരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ റിട്ടയർഡ് ചെയ്ത ഒരു കോളേജ് പ്രൊഫസർ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, പണ്ടായിരുന്നു ആണുങ്ങൾ പോയി കുടുംബം രക്ഷപ്പെടുത്തിയിരുന്നത്. ഇന്ന് ആര് പോയാണ് രക്ഷപ്പെടുത്തുന്നത്? പെണ്ണുങ്ങൾ കൂടിയാണ്. ആണുങ്ങൾ പോയി രക്ഷപ്പെട്ടാൽ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരു പരിധിക്കപ്പുറം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. പക്ഷെ പെൺപിള്ളേർ പോയി രക്ഷപ്പെട്ടാൽ ഭർത്താവിൻ്റെ കുടുംബവും രക്ഷപ്പെടും, അവിടെ കുടുംബം കൂടി രക്ഷപ്പെടും. അങ്ങനെയാണ് കാലത്തിൻ്റെ നടത്തിപ്പുകളും കേട്ടറിവുകളും അനുഭവങ്ങളും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഏതൊരു സ്ത്രീയുടെ മുഖഭാവത്തിനേക്കാൾ ഗാംഭീര്യം എപ്പോഴും ആരുടെ മുഖത്തായിരിക്കും? പുരുഷൻ്റെ മുഖത്തായിരിക്കും. പല സ്ത്രീകളും പരിഭവപ്പെടുന്ന ഒരു പരിഭവമുണ്ട്. ഒന്ന് ചിരിക്കത്തില്ല, നല്ല വാക്ക് പറയത്തില്ല, സന്തോഷം പ്രകടമാക്കത്തില്ല. എപ്പോഴും മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന ചില മനുഷ്യ പ്രകൃതങ്ങൾ, ഞാൻ ഉൾപ്പെടെയാകാം, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരും ഭൂരിഭാവവും അങ്ങനെ തന്നെയാകാം. പക്ഷെ ഓർക്കുക, അവനെ അങ്ങനെയാക്കിയത് കുടുംബത്തിൻ്റെ ചില പ്രാരാബ്ദങ്ങളാണ്, അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ചില നീറ്റലുകളാണ് അവൻ്റെ മുഖത്തിൻ്റെ ഭാവങ്ങൾ അങ്ങനെ ഗാംഭീര്യമുള്ളതാക്കി തീർത്തതും. അങ്ങനെയെങ്കിൽ ഓർക്കുക മാതാപിതാക്കളെ, കാനാവിലെ കല്യാണത്തിൽ ഗൃഹസ്ഥനാകുന്ന ഒരു മനുഷ്യൻ, ഈ വിവാഹം ഏറ്റവും നല്ലതാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഗൃഹസ്ഥനാണ്. ഇതിലെന്തെങ്കിലും കുറവ് പറ്റിപ്പോയാൽ ആദ്യം ഹൃദയം തകരുന്നതും മുഖം വാടുന്നതും ഈ ഗൃഹസ്ഥനാണ്. പക്ഷെ വാടാതെ ഇരുന്നെങ്കിൽ, ഹൃദയം തകരാതിരുന്നെങ്കിൽ, പിറുപിറുപ്പ് ഇല്ലാതെ ഇരുന്നിരുന്നുവെങ്കിൽ ആ മനുഷ്യരെ നിലനിർത്തിയ 3-4 ബോധ്യങ്ങളെയാണ് ഈ സന്ധ്യാസമയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗൃഹസ്ഥനെ തളരാതെ നിലനിർത്തിയ 3-4 ബോധ്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന ബോധ്യം ഈ ഗൃഹസ്ഥന് ഉണ്ടായിരിക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന ബോധ്യം ഈ കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനുള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബോധ്യം ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് എപ്പോഴാണ്?
ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്നതെന്ന ബോധ്യം ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം മുഖാന്തരം മാത്രമേ ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന ബോധ്യം ഒരു മനുഷ്യനുണ്ടാകുകയുള്ളൂ. എങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധം? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിനോടും ദൈവത്തിൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ഹൃദയത്തോടും പകരുന്ന ബന്ധം. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിനോടും ദൈവത്തിൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ഹൃദയത്തോടും പകരുന്ന ബന്ധം. ആ ബന്ധത്തിനാണ് നമ്മൾ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആ ബന്ധത്തിനാണ് നമ്മൾ പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിലേക്കും ദൈവത്തിൻ്റെ മനസ്സിനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും പകരുന്നതാണ് പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഉത്തരവും. അങ്ങനെയെങ്കിൽ ഓർക്കുക, ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം ഏതാണ്? ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം ഏതാണ്? അത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം ഇത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. പഴയ നിയമം പഠിക്കുമ്പോഴായാലും കൊള്ളാം, പുതിയ നിയമം പഠിക്കുമ്പോഴായാലും കൊള്ളാം, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ദൈവം മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും സംസാരിക്കുന്നതാണ് വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും സംസാരിക്കുന്ന പ്രാർത്ഥനയുടെ ബന്ധമാണ് വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. കർത്തൃപ്രാർത്ഥനയിൽ രണ്ടാശയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥനയിൽ രണ്ട് പ്രധാന ആശയങ്ങളാണുള്ളത്. ഒന്ന്, മകനെ മകളെ, നീ ചോദിക്കുന്നതെന്തും നിന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുമെന്നുള്ളതാണ്. നീ ചോദിക്കുന്നതെന്തും നിന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ചോദിക്കാതെ തന്നെ സ്വർഗത്തിലെ അപ്പൻ്റെ മുമ്പാകെ നീ വന്നിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ നിന്റെ മനസ്സറിഞ്ഞിട്ട് നിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയറിഞ്ഞ് സ്വർഗത്തിലെ അപ്പൻ നിന്നെ അനുഗ്രഹിക്കും, ആഗ്രഹങ്ങൾ സഫലമാക്കുമെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ. ചോദിക്കാതെ തന്നെ നിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന സ്വർഗത്തിലെ ദൈവം, നീ ചോദിക്കുന്നതെന്തും നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സഫലമാക്കി തരുന്ന സ്വർഗത്തിലെ നിന്റെ ദൈവം. മാതാപിതാക്കളെ, എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയല്ല. ജീവജാലങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാക്കയ്ക്കൊരു ശബ്ദമാണല്ലോ, കുയിലിനൊരു ശബ്ദമാണല്ലോ. ഏതൊരു ജീവജാലങ്ങൾക്കും പലവിധത്തിലുള്ള ശബ്ദമാണ്. ഒന്നിൻ്റെ ശബ്ദം ഒന്നിൻ്റെ പോലെ അല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഇരിക്കുന്ന 250 പേരുടെ പ്രാർത്ഥനയുടെ ഫലങ്ങളും 250 തലത്തിലാണ്. അതെങ്ങനെയാണ്? ഓരോ മനുഷ്യൻ്റെയും മനോനിലയ്ക്കനുസരിച്ചാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. ഓരോ മനുഷ്യൻ്റെയും മനോനിലയ്ക്കനുസരിച്ചാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകത്തില്ല. പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകുകയില്ല. സ്വാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് യഹോവയാകുന്ന ദൈവം ഉത്തരം നൽകുകയില്ല. നിഷ്കളങ്കതയോടെ മറ്റുള്ളവൻ്റെ നൊമ്പരം എൻ്റെയും കൂടി നൊമ്പരമാണെന്ന ബോധ്യത്തോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവ ഉത്തരം നൽകുകയുള്ളൂ. ഓരോരുത്തരുടെയും മനോനിലയ്ക്കനുസരിച്ചാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. കുർബാന ചൊല്ലിയാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. എല്ലാ ഞായറാഴ്ചയും കുർബാന അനുഭവിച്ചാൽ മാത്രം പോരാ, ചില നല്ല പ്രവൃത്തികൾ കൂടി വേണം. ഞാനൊരു ദിവസം കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാവം പിടിച്ച ക്ഷീണിച്ചവശയായി കടന്നു വരുന്ന ഒരു മാതാവ് റോഡിൻ്റെ അരികിൽ കൂടി പോവുകയാണ്. കാറ് ചേർത്ത് നിർത്തി ഒരു 100 രൂപ കയ്യിൽ കൊടുക്കുമ്പോൾ കൈ കൂപ്പി നിന്നിട്ട് എന്നോട് പറയുകയാ, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ആരായിരിക്കാം? അതൊരു ദൈവമാണ്. മനസ്സിലാകുന്നു? അതൊരു ദൈവമാണ്. ഓർക്കാപ്പുറത്ത് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി എന്നോട് പറയുക, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭർത്താവ് മരിച്ചിട്ട് 4 വർഷക്കാലമായി 6 സ്നേഹത്തോടെ ഇതുവരെ ഒരു തുള്ളി വെള്ളം
തന്നിട്ടില്ല. ഒരു വിധവയുടെ സങ്കടമാ, വിധവയുടെ വേദനയാ. ഭർത്താക്കന്മാരിയ്ക്കുമ്പോൾ അതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. പോയി കഴിയുമ്പോൾ അതിൻ്റെ പകരക്കാരൻ ആരും ആകത്തില്ല. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, ഭർത്താക്കന്മാരെ, നമ്മളും ജീവിതയാത്രയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യ പോകണമോ ആദ്യം, ഭർത്താവ് പോകണമോ ആദ്യമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യം ഭർത്താവ് തന്നെ പോകണം. കാരണം ഭാര്യ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, എന്നെയോ നിങ്ങളെയോ സഹിക്കാൻ ഈ ലോകത്തിൽ പകരം ആർക്കും പറ്റത്തില്ല. ഒരു ഭർത്താവിനെ സഹിക്കാൻ ഈ ലോകത്തിൽ വേറെ ആർക്കും പറ്റുകയില്ല. പക്ഷെ ഒരമ്മ, ഒരു ഭാര്യയ്ക്ക് ഈ ലോകത്തിൻ്റെ പല സാഹചര്യങ്ങളെയും സഹിച്ച് ജീവിക്കാനുള്ളൊരു സഹനം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഓർക്കുക, ഈ വിധവയാകുന്ന സ്ത്രീ കൈകൂപ്പി പറയുകയാണ്, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കാപ്പുറത്ത് ഞാനൊരു ദൈവത്തെ കാണുകയായിരുന്നു. ഓർക്കാപ്പുറത്ത് ആ സ്ത്രീയുടെ മുമ്പിലും ഞാനും ഒരു ദൈവമായി. അതെങ്ങനെയാണ്? ആരാണ് ദൈവം? ഓർക്കാപ്പുറത്ത് കൈനീട്ടി അനുഗ്രഹിക്കുന്നവൻ ആണ് ദൈവം. മനസ്സിലാകുന്നോ? ഓർക്കാപ്പുറത്ത് കൈനീട്ടി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ജീവിതയാത്രയിൽ ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ആത്മീയതയുടെ ഔന്നത്യത്തിലാണ്, പ്രാർത്ഥനയുടെ ഔന്നത്യത്തിലാണ്, വേദപുസ്തക പരിജ്ഞാനത്തിൻ്റെ ഔന്നത്യത്തിലാണ്. പക്ഷേ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളുണ്ടല്ലോ, ഒരിക്കലും സ്വന്തം സങ്കടങ്ങളാണെന്ന ബോധ്യം പല മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറില്ല. കൊറോണ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കൂട്ടിവച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ. ഒരു പരിധിക്കപ്പുറമായി കൂട്ടിവച്ചിട്ട് ഒരു കാര്യവുമില്ല. 2018 വെള്ളപ്പൊക്കം ഞങ്ങളിങ്ങനെ കുട്ടനാട്ട്, മേൽപ്പാടം, വിയവരം എല്ലാം മുങ്ങിക്കിടന്നു ഒരവസ്ഥയുണ്ട്. ഓർക്കുകയായിരുന്നു, ഈ ആമ എങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ നിന്നൊരു സമയം ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുമുണ്ട്. മാതാപിതാക്കളെ, അതും നമ്മളെ പഠിപ്പിച്ചു, കൊറോണയും പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കൂട്ടിവച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിൽ കാണാത്ത പലരും ദൈവദൂതന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായമായിട്ട്, സഹായത്തിൻ്റെ കരമായിട്ട് വന്നു ചേരുമെന്ന് പഠിപ്പിച്ച 2 ദുരന്തങ്ങൾ. കൊറോണ വന്ന് മരിച്ചൊരു കോടീശ്വരനായ ഒരു മനുഷ്യൻ ആംബുലൻസിൽ ഇങ്ങനെ ദേവാലയത്തിൽ കൊണ്ട് കബറടക്കാനായി ക്രിമിനേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണ്. ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിക്കലിൽ ആംബുലൻസിൽ കൊണ്ടുവന്നു. ഞാൻ അവസാനം ഒരു പുരോഹിതൻ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും വളരെ ആത്മാർത്ഥതയോടെ നിർവഹിച്ചിട്ട് ക്രിമിനേഷൻ ചെയ്യുവാനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ക്രമീകരണം ചെയ്യുകയാണ്. അപ്പോഴാണല്ലോ ഈ കല്ലറയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴാണല്ലോ ഈ പ്ലാസ്റ്റിക് മുഖമൊക്കെ, കവറൊക്കെ ഒന്ന് മാറ്റി ആ മുഖമൊന്ന് കാണാനായിട്ട് പറ്റുന്നത്. ഭാര്യയോടും മക്കളോടും പറഞ്ഞു, അപ്പൻ്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ അടുത്തേക്ക് ചെല്ലുക, അല്പം ഒരു പിടി മണ്ണ് വാരി ഇട്ടിട്ട് അപ്പനെ ഒന്ന് അന്ത്യയാത്ര നൽകാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ മാതാപിതാക്കളെ, ഭാര്യയും മക്കളും 7 അയലത്ത് പോലും ചെന്നില്ല. ആ മുഖമൊന്ന് കാണാൻ പോലും ശ്രമിച്ചില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, 19 വയസ്സോളം ഈ മനുഷ്യൻ നെറ്റിയിലെ വേർപ്പൊഴുക്കി വളർത്തിയിട്ട് പോറ്റിയിട്ട് അവസാനം മുഖത്തോട് മുഖം നോക്കി ഒന്ന് യാത്ര അയക്കാൻ പോലും ഈ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ ആര് ശ്രമിച്ചില്ലല്ലോ എന്ന് പലപ്പോഴും ഞാൻ ഓർത്തു പോകാറുണ്ട്. അത്രയുള്ളൂ. കൂട്ടിവച്ചിട്ടൊരു കാര്യവുമില്ല, കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. ഒരു കാലഘട്ടത്തിൽ നെറ്റിയിലെ വേർപ്പൊഴുക്കി ഒന്നും കഴിക്കാതെ സമ്പാദിച്ച സമ്പത്തെല്ലാം കഴുകൻ കണ്ണോടുകൂടി ഇന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന നമ്മുടെ തലമുറകൾ, ഞാനൊന്ന് ചത്തിട്ട്, നമ്മളൊന്ന് ചത്തിട്ട് ഇതൊന്ന് വിറ്റിട്ട് പോകാനിരിക്കുകയാണ്. മനസ്സിലാകുന്നോ? ജീവിതയാത്രയിൽ ഒന്ന് ഓർത്തു നോക്കിയേ. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് എൻ്റെ സ്വന്തം സഹോദരൻ എൻ്റെ സങ്കടത്തിൽ, എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ ഒന്ന് സഹായിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ദുരിതം എനിക്കുണ്ടാകുമായിരുന്നോ? എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന എൻ്റെ സ്വന്തം സഹോദരൻ എൻ്റെ കഷ്ടകാലത്തിൽ ആ കൈയൊന്ന് താങ്ങി എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് ഇത്രത്തോളം കഷ്ടകാലം ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. ഒക്കുക മാതാപിതാക്കളെ, ഒരീച്ചയെ പോലും കയറ്റാതെ വിരലടുക്കത്തിൽ വേലി കെട്ടി സംരക്ഷിച്ച വസ്തുവകകളെല്ലാം
ഒരു തലമുറ കഴിഞ്ഞപ്പോൾ നാട്ടുകാരും ദേശക്കാരും മുഴുവൻ കയറിയിറങ്ങുന്ന ജീവിതാനുഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒക്കേണ്ട ഒരു കാര്യം, സഹായിക്കേണ്ടവനെ, കൈപിടിച്ചുയർത്തേണ്ടുന്നവനെ, അവൻ്റെ ആവശ്യങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഒന്നു താങ്ങായി തണലായിട്ട് നിൽക്കാനായിട്ട് പറ്റണം. നമ്മൾ കരുതിയില്ല എങ്കിൽ ആര് കരുതും? നമ്മൾ സ്നേഹിച്ചില്ല എങ്കിൽ എൻ്റെ സഹോദരനെ ആര് സ്നേഹിക്കും? ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ സഹോദരൻ്റെ പ്രതിസന്ധികളിൽ ഞാനൊന്ന് കൈത്താങ്ങായില്ല എങ്കിൽ വേറെ ആരാണ് എൻ്റെ സഹോദരന് താങ്ങും തണലുമാകുന്നത്? അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓർക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. ചില മനുഷ്യരുടെ ജീവിതത്തിലുണ്ടല്ലോ, ദൈവങ്ങളാകാനായിട്ട് പറ്റണം. ഓർക്കാപ്പുറത്ത് എൻ്റെ കരം, നിങ്ങളുടെ കരം ദൈവത്തിൻ്റെ കരം ആകാനായിട്ട് പറ്റണം. പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടി നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകണം. അതിൽ തന്നെ അടുത്തൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ചുറ്റുവട്ടങ്ങളെല്ലാം സുഭിക്ഷിതമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം സുരക്ഷിതവും സുഭിക്ഷിതവുമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലെ ഗുരു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വാക്കുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണിയെന്നാണ് പറയുന്നത്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണിയെന്നാണ് പറയുന്നത്. ചുറ്റുവട്ടങ്ങളെല്ലാം സുരക്ഷിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നടുവിലുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം പ്രതികൂലമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന മാത്രമേ യഹോവയാകുന്ന ദൈവം കേൾക്കുകയുള്ളൂ. ചുറ്റുവട്ടങ്ങളെല്ലാം ഏറ്റവും പ്രതികൂലമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. ദാനിയേല് സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. പുറത്തുനിന്ന് ആർക്കും ഇറങ്ങി ദാനിയേലിനെ രക്ഷിക്കാൻ പറ്റുകയില്ല. അകത്തുനിന്ന് പുറത്തേക്കിറങ്ങിയും ദാനിയേലിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അകത്തുനിന്ന് പുറത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും രക്ഷിക്കാനും രക്ഷപ്പെടാനും പറ്റാതെ വന്നപ്പോഴാണ് സിംഹത്തിൻ്റെ വായെ യഹോവയാകുന്ന ദൈവം അടച്ചു കളയുന്നത്. ആരെങ്കിലും രക്ഷിക്കാനുണ്ടെങ്കിൽ യഹോവയാകുന്ന ദൈവം ഒരിക്കലും സിംഹത്തിൻ്റെ വായെ അടയ്ക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം പ്രതികൂലമാകുന്നതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ കരം സഹായമുണ്ടാകുന്നത്. ചന്ദ്രക്ക്, മേശക്ക്, അബേദനഗോ എന്നീ 3 ബാലന്മാർ നെബൂഖദ്നേസർ ബിംബമുണ്ടാക്കി നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ യഹോവയാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. അഗ്നിച്ചൂളയിൽ ഇട്ടതിന് ശേഷം ആണ് 4ാമത് ഒരു ദൈവദൂതൻ അവരുടെ കൂടെ പ്രത്യക്ഷപ്പെടുന്നത്. ഓർക്കുക, എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്? ചുറ്റുവട്ടങ്ങളെല്ലാം ഏറ്റവും പ്രതികൂലമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥനയ്ക്കാണ് യഹോവയാകുന്ന ദൈവം ഉത്തരം നൽകുന്നതും. ഈ ഗൃഹസ്ഥനെ നിലനിർത്തിയതും അതുതന്നെയാണ്. ചുറ്റുവട്ടങ്ങളെല്ലാം പ്രതികൂലമാകുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. ഒന്നാമത്തെ കാര്യം, ഈ ഗൃഹസ്ഥനെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്നതെന്ന ബോധ്യം. പ്രാർത്ഥന എന്ന ബന്ധം, പ്രവൃത്തി എന്ന ബന്ധം, അവിടെയാണ് ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതയാത്രയിൽ അത്ഭുതമായി തീരുന്നതും. രണ്ടാമത്തെ കാര്യം, ഗൃഹസ്ഥനെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കരമാണ് നടത്തുന്നതെന്ന്. രണ്ടാമത് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ കരത്തിലാണ് എന്ന്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്പം ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ കൈപിടിച്ച് എന്ത് ചെയ്യും? നടത്തും. അല്പം ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൈപിടിച്ച് നടത്തും. ഒട്ടും ആരോഗ്യമില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 കരവും നീട്ടി എടുക്കും. മനസ്സിലാകുന്നോ? നടത്തുന്നത് വേറെ,
എടുക്കുന്നത് വേറെ. നടത്തുന്നത് അല്പം ആരോഗ്യമുള്ളപ്പോൾ, എടുക്കുന്നതോ ഒട്ടും ആരോഗ്യമില്ലാത്തപ്പോഴാണ്, ബലഹീനനാകുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. മാതാപിതാക്കളെ, നമ്മൾ ഈ ഭവനങ്ങൾ സന്ദർശിക്കുന്ന സമയം യേശു തമ്പുരാന്റെ കരത്തിൽ ഇരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. കർത്താവ് ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന, മാറോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിയാണ്? പെണ്ണാടാണോ, മുട്ടാടാണോ, കുട്ടിയാടാണോ? ഏതാട്ടിൻകുട്ടിയാണ്? അതിനെക്കുറിച്ച് 2-3 വ്യാഖ്യാനമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ ഇടയൻ ആടിനെ കണ്ടെത്തുമ്പോൾ അതിനെ എടുത്തിട്ട് 2 കരത്തിലും എടുത്ത് മാറോട് ചേർത്തു എന്നാണ് പറയുന്നത്. 2 കരവും നീട്ടി മാറോട് ചേർത്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇടയൻ ആടിനെ കണ്ടപ്പോൾ എടുക്കാൻ, മാറോട് ചേർക്കാനുണ്ടായ സാഹചര്യം? 2 വ്യാഖ്യാനങ്ങൾ. ഒന്നാമത്തെ വ്യാഖ്യാനം ഇപ്രകാരമാണ്: പച്ചപ്പുൽമേടിലേക്ക് ആടിനെയും കൊണ്ട് ഇടയൻ ഏറ്റവും മുൻപേ നടക്കും, പിന്നാലെയാണ് ആടുകളെ നയിക്കുന്നത്, പിന്നാലെയാണ് ആട്ടിൻകൂട്ടം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം കാലിൽ മുള്ളുകൊള്ളാനും പരിക്ക് പറ്റാനും ഒടിവ് പറ്റാനും സാധ്യത ഇടയൻ്റെ ആണോ ആടിൻ്റെ ആണോ? ഏതിൻ്റെ ആയിരിക്കാം? മുമ്പേ നടക്കുന്ന ആരാണ്? ഇടയനാണ്. ആദ്യം കാലയിൽ മുള്ളുകൊണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിയിൽ കൂടി ആരെ കൊണ്ടുപോവുകയില്ല? ആടിനെ കൊണ്ടുപോവുകയില്ല. ഇടയനില്ലാതെ പോയ വഴിയിൽ കൂടി ആട് സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടാകാം, ഒടിവ് പറ്റിയിട്ടുണ്ടാകാം, ചതവ് പറ്റിയിട്ടുണ്ടാകാം. അത് കണ്ടിട്ടാണ് ഇടയൻ സ്നേഹത്തോടെ 2 കരവും നീട്ടിയെടുത്ത് തൻ്റെ മാറോട് ചേർക്കുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം ഇപ്രകാരമാണ്: ഒരു ഇടയന് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. ഒരാടിൻ്റെ കാലിന് ഒടിവുണ്ട്, ചതവുണ്ട്, ബലഹീനതയുണ്ട്. പച്ചപ്പുൽമേടിലേക്ക് ആടിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പുറകിൽ നടക്കുന്നത് ഈ ബലഹീനതയുള്ള ആടാണ്. ഇടയൻ്റെ അടി ഏറ്റവും കൂടുതൽ കൊള്ളാനുള്ള സാധ്യത മുമ്പേ നടക്കുന്ന ആടിനാണോ, പുറകിൽ നടക്കുന്ന ആടിനാണോ? ഏതാടിനാണ്? പുറകിൽ നടക്കുന്ന ആടിനാണ്. എല്ലാ ദിവസവും ഇടയൻ്റെ അടി എന്നും ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് ഈ ബലഹീനതയുള്ള ആടാണ്. ഈ ആടിനൊരു പരിഭവം: എനിക്കങ്ങ് മരിച്ചാൽ മതി, എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ വേണ്ട, എൻ്റെ യജമാനൻ എന്നെ വേണ്ട, എനിക്കങ്ങ് മരിച്ചാൽ മതിയെന്ന് ഈ ആടങ്ങ് ആഗ്രഹിക്കുക. ഒരു ദിവസം യജമാനൻ ഒരു തീരുമാനമെടുത്തു: എനിക്കോ പ്രയോജനമില്ല, എൻ്റെ കൂടെയുള്ളവർക്കോ പ്രയോജനമില്ല. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ യാഗമർപ്പിക്കാനായി ഈ ആടിനെ യജമാനൻ നേർച്ച നേരുകയാണ്. മാതാപിതാക്കളെ, സക്രിയ പുരോഹിതൻ നറുക്കു വീണപ്പോഴാണ് ധൂപം കാട്ടാനുള്ള അവസരം കിട്ടിയത്. എന്താണ് നറുക്കിടേണ്ട ആവശ്യകത? ആയിരക്കണക്കിന് പുരോഹിതന്മാർ ദേവാലയത്തിൽ ഉള്ളത് കൊണ്ടാകാം നറുക്കിടേണ്ട ആവശ്യകത ഉണ്ടാകുന്നത്. നറുക്കു വീണ പുരോഹിതൻ ധൂപം കാട്ടുമ്പോൾ മറ്റു പുരോഹിതന്മാരുടെ പണി എന്താണ്? യെരൂശലേം ദേവാലയത്തിലേക്ക് ഒരു യഹൂദൻ കടന്നു വരുമ്പോൾ കാഴ്ചയായി യാഗമർപ്പിക്കാനായി ആടോ മാടോ ചെറുപ്രാവിൻ കുഞ്ഞിനെയോ തമ്പുരാന്റെ മുമ്പാകെ കൊണ്ടുവരണം. യാഗമർപ്പിക്കാനായി കാഴ്ചയായിട്ട് കൊണ്ടുവരുന്ന യാഗവസ്തുക്കൾക്ക് ഊനമുണ്ടോ, ഊനമില്ലയോ, കുറവില്ലയോ എന്ന് പരിശോധിക്കുന്ന പണി കൂടി ഈ പുരോഹിതന്മാർക്കുണ്ട്. ഈ പുരോഹിതന്മാരുടെ കരത്തിലേക്ക് നമ്മുടെ ബലഹീനതയുള്ള ആടിനെ കൊണ്ട് കൊടുക്കുകയാണ്. സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഈ ആടിൻ്റെ കാലിന് ഒടിവുണ്ട്, ചതവുണ്ട്, ഊനമുള്ളതാണ്, കുറവുള്ളതാണ്, യഹോവയാകുന്ന ദൈവത്തിന് യാഗമർപ്പിക്കാനായി കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ഈ ആടിനെ ഉപേക്ഷിക്കുകയാണ്. ആട് വളരെ നിരാശനായി യെരൂശലേം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിക്കലിൽ നിൽക്കുകയാണ്. എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ വേണ്ട, എൻ്റെ യജമാനൻ എന്നെ വേണ്ട, യഹോവയാകുന്ന ദൈവത്തിന് യാഗമായിട്ട് തീരാമെന്നോർത്ത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്കും എന്നെ വേണ്ട എന്നോർത്ത് ഈ ആട് വളരെ നിരാശനായി യെരൂശലേം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിക്കൽ നിൽക്കുകയാണ്. അപ്പോൾ യേശു തമ്പുരാൻ ആലയത്തിലേക്ക് കടന്നു വരുന്നു. ഈ ആടിൻ്റെ മുഖം കണ്ടിട്ട്
അതിൻ്റെ സങ്കടം കണ്ടിട്ട് കർത്താവ് 2 കരവും നീട്ടി എടുത്ത് തൻ്റെ മാറോട് ചേർക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനവും. അപ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്? കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്? ആർക്കുമില്ലാത്ത ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ആർക്കും കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ നമുക്കുണ്ടാകുന്നത്. ആർക്കുമില്ലാത്ത ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഏറ്റവും സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയെ പങ്കെടുത്ത് വിശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് അവരുടെ അനുഭവ സാക്ഷ്യം എന്നോട് പറയുകയാണ്. ഡൽഹിയിലെ പ്രശസ്തമായ ഒരു സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്സായിട്ട് ഞാൻ സേവനമനുഷ്ഠിക്കുകയാണ്. റിട്ടയർ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈകളുടെ ഇടുപ്പുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് ചീഞ്ഞു നാറുന്ന 2 വ്രണമുണ്ടായി. ഒരു ബ്ലൗസ് പോലും എനിക്ക് ധരിക്കാൻ പറ്റുകയില്ല. ഒരു ഷാള് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അങ്ങനെ എൻ്റെ ശരീരത്തിൽ മറച്ച് ഞാൻ ജീവിക്കുന്ന കാലഘട്ടം, വസ്ത്രം ധരിക്കാൻ പോലും പറ്റാത്ത ശാരീരികമാകുന്ന ബലഹീനത. അപ്പോൾ ഒരു കൂട്ടുകാരിയാകുന്ന സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ, നമുക്കൊരുമിച്ച് ആരാധനയ്ക്ക് പള്ളിയിലേക്ക് പോകാം. 2 പേരും കൂടി ആരാധനയ്ക്ക് പള്ളിയിലേക്ക് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ശരീരത്തിൻ്റെ ചീഞ്ഞു നാറുന്ന വ്രണത്തിൻ്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജനം പുരോഹിതനോടായിട്ട് പറയുകയും പുരോഹിതൻ പരസ്യമായി പറയുകയാണ്, ക്ഷീണിച്ചവശയായി ചീഞ്ഞു നാറുന്ന വ്രണവുമായി ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി കടന്നു വന്ന സ്ത്രീ ദയവ് ചെയ്ത് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകണം. ആരാധനയെല്ലാം കഴിഞ്ഞ് അച്ഛന്മാരും സിസ്റ്റർമാരും വന്ന് നോക്കുമ്പോൾ കുമ്പസാര കൂടിൻ്റെ അവിടെ ഒരു സ്ത്രീ നിലവിളിച്ചു കരയുകയാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സ മുഖാന്തരം മുടികളൊക്കെയും കൊഴിഞ്ഞ് മുഖമൊക്കെയും കറുത്ത് വികൃതമായിരിക്കുന്ന ഒരവസ്ഥ. ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ടീച്ചർ എന്നോട് അച്ഛന്മാർ മാപ്പ് ചോദിക്കുകയാണ്. ഉടനെ ടീച്ചർ അച്ഛന്മാരോടായിട്ട് പറയുകയാ, പൊന്നച്ഛന്മാരെ, ഇപ്പോൾ ദേവാലയത്തിൽ ആരുമില്ലല്ലോ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കണം. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 5 കസേരകൾ വേണം. നിലത്തിരിക്കുവാൻ പറ്റുകയില്ല, ഉയർന്നിരിക്കുവാനായിട്ടൊരു കസേര. എൻ്റെ കൈകൾ 2ഉം എനിക്ക് അടുപ്പിച്ചു വെക്കാൻ പറ്റുകയില്ല, കൈകൾ 2ഉം ഇരുവശങ്ങളിലേക്ക് വക്കുവാനായിട്ട് 2 കസേര. കാലുകൾ 2ഉം എനിക്ക് മടക്കിയിരിക്കാൻ പറ്റുകയില്ല, കാലുകൾ 2 മുൻപോട്ട് വക്കുവാനായി 2 കസേര. അങ്ങനെ 5 കസേരകൾ ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ഈ ടീച്ചർ ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് സഹിക്കാൻ വയ്യാതെ നിലവിളിച്ചു കരയുകയാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് വേണ്ടിയിട്ടല്ല, അയലത്തെ ഒരു സ്ത്രീയുടെ നൊമ്പരത്തിനു വേണ്ടി നിന്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ നിന്റെ പുരോഹിതന്മാർ മുഖാന്തരം ഞാൻ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ എന്നോർത്ത് സഹിക്കാൻ വയ്യാതെ നിലവിളിച്ചു കരയുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുകയാണ്. ക്ഷീണിച്ചവശയായി കടന്നു വരുന്ന സ്വന്തം ഭാര്യയുടെ ചീഞ്ഞു നാറുന്ന വ്രണം വൃത്തിയാക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് ശരീരത്ത് കിടന്ന ഷാള് മാറ്റുമ്പോൾ ചീഞ്ഞു നാറുന്ന വ്രണമില്ല, ഒരു വ്രണത്തിൻ്റെ പാടു മാത്രം. ഒക്കുക എൻ്റെ ജനമേ, എപ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്? എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്? സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ എപ്പോഴുണ്ടാകുന്നു, അപ്പോഴാണ് സ്വർഗത്തിലെ തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ കന്യക മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ കടന്നു ചെന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളേ, നിനക്ക് സമാധാനം. എപ്പോഴായി കൃപ കൊടുത്തത്? എപ്പോഴായി കൃപ കൊടുത്തത്? കൃപയെന്ന് പറയുന്നത് എന്താണ്? പാടുന്നതാണോ? പ്രസംഗിക്കുന്നതാണോ? കുർബാന ചൊല്ലുന്നതാണോ? അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും താലന്തുമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ട്. എന്താണ് കൃപയെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ തളരുമെന്ന് എൻ്റെ തമ്പുരാന് തോന്നുമ്പോൾ,
തളരുമെന്നെൻ്റെ തമ്പുരാന് തോന്നുമ്പോൾ ഞാനും നിങ്ങളും തളരാതിരിക്കാൻ വേണ്ടി ദൈവം ശക്തീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അത് കാണണമെങ്കിലുണ്ടല്ലോ, ഈ ക്യാൻസർ രോഗമൊക്കെ വന്ന് മരിക്കാൻ കിടക്കുന്ന ചില വ്യക്തികൾ 2-3 ദിവസങ്ങളേ ഉള്ളൂ, ഉറപ്പാണ്. അവർക്കും അറിയാം, കാണാൻ ചെല്ലുന്നവർക്കും അറിയാം. എന്തു പറയണമെന്നോർത്ത് പലപ്പോഴും ഞാനും പരിഭവപ്പെട്ടിട്ടുണ്ട്. ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലുമുള്ള വാക്കുകൾ ഹൃദയത്തിൽ, തൊണ്ടയിൽ കുടുങ്ങിപ്പോകാറുണ്ട്. പക്ഷെ ആ സമയം എന്നേക്കാളും നിങ്ങളെക്കാളും നല്ല മുഖത്തിൻ്റെ ശോഭയോടെ അവ പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. 2-3 ദിവസക്കാലമേ അവരുടെ ജീവിതത്തിൽ ശേഷിക്കുന്നുള്ളൂ എന്ന് ഉറപ്പായിട്ടറിയാം. അപ്പോഴും പറയും, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന്. ആരാണ് പറയിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കൃപയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓർക്കുക, എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, സഹിക്കാൻ വയ്യാതെ നീ ഒറ്റപ്പെടുമ്പോൾ ഓർക്കുക, നിന്റെ കർത്താവിൻ്റെ കരത്തിലാണ് നീ ഇരിക്കുന്നതെന്ന്. ഇതുവരെ നടന്നെങ്കിൽ, ഇതുവരെ നിലനിന്നുവെങ്കിൽ കർത്താവിൻ്റെ കരത്തിൽ നീ ഇരുന്നത് കൊണ്ടാണ് ഈ നിലയിലായതെന്നൊരു ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാര്യം, ഗൃഹസ്ഥനെ നിലനിർത്തിയത് കർത്താവാണ് നടത്തുന്നതെന്ന ബോധ്യം. രണ്ടാമത്, ഗൃഹസ്ഥനെ നിലനിർത്തിയത് കർത്താവിൻ്റെ കരത്തിലാണ് ഞാനെന്ന ബോധ്യം. മൂന്നാമത്തെ കാര്യം, ഗൃഹസ്ഥനെ നിലനിർത്തിയത് ഇടത്തും വലത്തുമുള്ളവർ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ്. ആരാണ് വലത്ത്? ഒരു പുരുഷൻ്റെ വലത്ത് ആരാണ്? ഒരു ഗൃഹസ്ഥൻ്റെ വലത്ത് ആരാണ്? മണവാളനും മണവാട്ടിയുമായിട്ട് കടന്നു വന്നപ്പോൾ മണവാള, പുരുഷ, വലത്താരാ നിന്നത്? ഉറക്കപ്പറ. സ്ത്രീയെ, പുരുഷൻ്റെ ഏത് ഭാഗത്താണ് വന്ന് നിന്നത്? വലത്ത്. ജീവിതത്തിൽ താങ്ങും തണലുമായി ഒരു പുരുഷന് ദൈവം കൊടുത്ത ഭാര്യ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റണം. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അപ്പനെയാണോ, അമ്മയാണോ, ഭാര്യയാണോ, മക്കളെയാണോ? ആരെയാണ്? മിണ്ടുന്നില്ലല്ലോ. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവൻ്റെ അപ്പനെയാണോ, അമ്മയാണോ, ഭാര്യയാണോ, സഹോദരങ്ങളെയാണോ? ആരെയാണ്? വചനം ഇപ്രകാരമാണ് പറയുന്നത്: പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ടുപിരിഞ്ഞ് ആരോട് പറ്റിച്ചേരും? ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ തൻ്റെ മാതാവിനെയും പിതാവിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിട്ടുപിരിഞ്ഞ് ആരോട് പറ്റിച്ചേരും? ഭർത്താവിനോട് പറ്റിച്ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നത് ഭർത്താവാണോ, ഭാര്യയാണോ? ഉറക്കെ പറഞ്ഞു. ദൈവം തന്ന അവസരം ഉറക്കെ പറഞ്ഞു. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നത് ഭർത്താവാണോ, ഭാര്യയാണോ? ആരാണ്? ഭാര്യയാണ്. അടുത്ത തിങ്കളാഴ്ച ഈ ഇടവകയിൽ ഒരു കല്യാണമുണ്ടെന്നിരിക്കട്ടെ. മണവാളൻ 8 മണിക്ക് എഴുന്നേൽക്കും, 9 മണിക്ക് ഒരുങ്ങും, 10 മണിക്ക് വികാരിയച്ഛൻ പ്രാർത്ഥിക്കാൻ വരും, കോട്ട് സൂട്ട് ഇട്ട് പള്ളിയിൽ വന്ന് നിൽക്കും. കല്യാണം കഴിയും. കൈ വിറച്ചാലായി, വിറച്ചില്ലെങ്കിലായി. മൂക്കുമുട്ട തിന്നിട്ട് അവൻ തിരിച്ച് ചെന്ന് കയറുന്നത് എവിടേക്കാണ്? അവൻ്റെ സ്വന്തം ഭവനത്തിലേക്കാണ്. ഓർക്കുക, റാന്നിക്കാരി കോന്നിക്കാരിയായ മണവാട്ടിയാകട്ടെ വെളുപ്പിനെ 3:30 എഴുന്നേക്കും. 4 മണിയാകുമ്പോൾ ബ്യൂട്ടി പാർലർകാരൻ വരും. 3:30 തൊട്ട് 4:30 തൊട്ട് പുട്ടിയിട്ടുകൊണ്ടിരിക്കും. 8 മണിയായാലും ഇറങ്ങി വരത്തില്ല. 9 മണിയാകുമ്പോൾ വികാരിയച്ഛൻ വരും, പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് തലകുനിച്ച് ഒരു കുട്ടിയാടിനെ പോലെ തലകുനിച്ച് നിന്നു കൊടുക്കും. ആ മണവാളൻ വിവാഹം കഴിച്ചു. തിരിച്ച് അവൾ ചെന്ന് കയറുന്നത് ആരുടെ ഭവനത്തിലാണ്? ഭർത്താവിൻ്റെ ഭവനത്തിലാണ്. അങ്ങനെയെങ്കിലും ഓർക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ത്യാഗം ചെയ്തേക്കുന്നത് ഭാര്യയാണോ, ഭർത്താവാണോ?
ആരാണ്? ഭാര്യയാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഭർത്താവെ, ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭാര്യയാണോ, അപ്പനെയാണോ, അമ്മയാണോ, സഹോദരങ്ങളെയാണോ? ആരെയാണ്? മിണ്ടുന്നില്ലല്ലോ, എല്ലാം തലകുനിച്ചിരിക്കുകയാണല്ലോ. ആരെയാണ്? ഭാര്യയാണ്. ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവൻ്റെ ഭാര്യയാണ്. മാതാപിതാക്കളെല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. മക്കളെല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഏതൊരു പുരുഷന്റെ ജീവിതത്തിലും അവൻ്റെ കുഴിമാടം വരെ സഞ്ചരിക്കുന്നവൾ, അവളുടെ കുടിമാടം വരെ സഞ്ചരിക്കുന്നവൾ ഒരുവൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് ഭാര്യ തന്നെയാണ്, ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, ഏതൊരു ഭാര്യയുടെ ജീവിതത്തിലും ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കരുതിയതും സ്നേഹിച്ചതും പോറ്റിയതും എല്ലാം ആരുടെ നെറ്റിയിലെ വേർപ്പാണ്? ആരുടെ നെറ്റിയിലെ വേർപ്പാണ്? ഈ ഇരിക്കുന്ന പുരുഷന്റെ നെറ്റിയിലെ വേർപ്പാണ്. സ്ത്രീകളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 10-28 വർഷക്കാലം മാത്രമേ ഒരു അപ്പനും അമ്മയും നിങ്ങളെ വളർത്തിയിട്ടുള്ളൂ. പക്ഷെ 10, 40, 50 വർഷക്കാലത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീയെ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചതും പോറ്റിയതും വളർത്തിയതും സംരക്ഷിച്ചതും സ്നേഹിച്ചതും ഈ ഇരിക്കുന്ന മനുഷ്യനാണ്. അവൻ്റെ നെറ്റിയിലെ വേർപ്പാണ്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരെല്ലാം ഇന്ന് ചെന്നിട്ട് ഭിത്തി കിടക്കുന്ന കല്യാണ ഫോട്ടോയൊന്ന് നോക്കണം കേട്ടോ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടല്ലോ, മുളങ്കുറ്റി പോലെയുള്ള നമ്മുടെ പഴയ 10-40 വർഷം പഴക്കമുള്ള ആ ഫോട്ടോ എന്നിട്ട് നോക്കിയിട്ട് സ്ത്രീയെ കണ്ണാടിയുടെ മുമ്പിൽ ഇപ്പോഴത്തെ രൂപം ഒന്ന് നോക്കണം. ഞെട്ടിപ്പോകും, മനസ്സിലാകുന്നു? ഞെട്ടിപ്പോകും. ആടെ നെറ്റിയിലെ വേർപ്പാ. മിണ്ടുന്നില്ലല്ലോ, ഇതിനൊന്നും വെള്ളം കൊടുക്കില്ല കേട്ടോ. ആടെ നെറ്റിയിലെ വേർപ്പാണ്, ഈ ഇരിക്കുന്ന മനുഷ്യന്റെ നെറ്റിയിലെ വേർപ്പാണ്. മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് ഭാരതീയമാകുന്ന ജീവിതത്തിൽ ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവരുടെ ഭർത്താവിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയമാകുന്ന സങ്കല്പത്തിൽ ഒരു ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടല്ലോ, അതിരാവിലെ ഭാര്യ ഉണരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ 2 കാലും തൊട്ട് വണങ്ങിയിട്ട് വേണം അവളുടെ പ്രഭാതം. ആ കാല് കാണുമ്പോൾ പിടിച്ച് 2 അടി കൊടുക്കാനാണ് തോന്നുന്നേ. അതുകൊണ്ട് അച്ഛൻ കൊച്ചമ്മയെ നോക്കി, മിക്കവാറും കൊച്ചമ്മ നാളെ കാലം ഇന്ന് വൈകിട്ടേക്ക് കഴുകിയൊക്കെ കിടക്കും കേട്ടോ. പാവത്തിനെ ഒന്ന് തൊട്ട് വണങ്ങിയേക്കണേ, പാവം കൊണ്ട് കിടക്കുന്നതല്ലയോ. ഓർക്കുക, ജീവിതയാത്രയിൽ ഓർക്കേണ്ട കാര്യം, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഭർത്താവിൻ്റെ വലത്തുകരത്തിനോട് ചേർന്ന് ദൈവം താങ്ങും തണലുമായി കൊടുത്തതാണ് ഭാര്യ. ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ പരസ്പരം പങ്കുവെക്കാൻ, പരസ്പരം സഹായമാകാൻ, നല്ല വാക്കുകൾ പറയാൻ ദൈവം കൊടുത്തതാണ് ഭാര്യയും ഭർത്താവും. അതുകൊണ്ട് ഇടത്തും വലത്ത് നിൽക്കുന്നത് എന്നും താങ്ങാകണം, തണലാകണം. ഇടത്താരാണ്? ആരാണ്? ഈ മക്കളാണ്. മനസ്സിലാകുന്നോ? ഇടത്ത് ദൈവം തമ്പുരാൻ താങ്ങായിട്ട് നൽകിയത് ആരാണ്? മക്കളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഒക്കേണ്ട കാര്യം, മക്കളില്ലാത്തവരെക്കാളും ഭാരം മക്കളുള്ളവരെ കുറിച്ചുള്ളതാണ്. ജീവിതയാത്രയിൽ നമ്മൾ ഒക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും എത്ര സമ്പാദിച്ചാലും എത്ര നിലയിലായാലും നാട്ടുകാരുടെ മുമ്പിലെല്ലാം നമ്മൾ ജയിച്ചെന്നിരിക്കും. പക്ഷെ പല മക്കളും ജീവിതയാത്രയിൽ നമ്മളെ തോൽപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ തല ഉയർത്തി നിൽക്കാനായിട്ട് നമുക്കാർക്കും പറ്റുകയില്ല. ആധുനിക കാലഘട്ടത്തിൽ ഒരു പ്രവണതയുണ്ട്, ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു ആൺകുട്ടിയെയും വിവാഹം കഴിക്കാമെന്ന തെറ്റായ ഒരു പ്രചരണം. ഏതൊരു ആൺകുട്ടിക്കും ഏതൊരു പെൺകുട്ടിയെയും വിവാഹം കഴിക്കാമെന്നുള്ളതും അങ്ങനെയല്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നു, ക്രിസ്ത്യാനിയായ പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് ക്രിസ്ത്യാനിയായ ആൺകുട്ടിയെ തന്നെ ആകണം. ക്രിസ്ത്യാനിയായ ആൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ തന്നെയാകണം. ആധുനിക കാലഘട്ടത്തിൽ ഒരു വിവാഹ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ, ആ മണവാളനെയും മണവാട്ടിയെയും നമ്മളൊന്ന് അഭിനന്ദിക്കണം. ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രവണതകൾ വെച്ച് നോക്കിയാൽ ആ മണവാളനെയും മണവാട്ടിയെയും നമ്മളൊന്ന് അഭിനന്ദിക്കണം. കാരണം മകനെ, മകളെ, നീ പരസ്പരം കണ്ടിഷ്ടപ്പെട്ടതാകാം, എന്നാലും
അപ്പൻ്റെ ഇഷ്ടത്തിന്, അമ്മയുടെ ഇഷ്ടത്തിന്, നിന്റെ സഭയുടെ ഇഷ്ടത്തിന്, നിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, നിന്റെ പുരോഹിതന്റെ വലത്തുകരം കൊണ്ട് നീ വിഭാഗം കഴിക്കാനായി, കാർമ്മികനായി നിൽക്കാനായി നീ മനസ്സ് കാണിച്ച നിന്റെ മഹത്വമുണ്ടല്ലോ, ആ മനസ്സിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആധുനിക കാലഘട്ടത്തിൽ ഓരോ വിഭാഗത്തിനെയും നമ്മളൊന്ന് അഭിനന്ദിച്ചിട്ട് വേണം തുടങ്ങാൻ. ഓർക്കുക മാതാപിതാക്കളെ, ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും പറയും സ്നേഹിക്കുന്ന സ്നേഹമെല്ലാം എല്ലാ സ്നേഹമല്ല, ചില കണ്ടുമുട്ടലുകളെല്ലാം യഥാർത്ഥ സ്നേഹമല്ല. ഈ TV ചാനലുകളിൽ കൂടി വന്നിരുന്ന് രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹിച്ചു പോയില്ലേ, ഇഷ്ടപ്പെട്ടു പോയില്ലേ, കല്യാണം കഴിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്ന് പലരും ചോദിക്കും. ഓർക്കേണ്ട കാര്യം, സ്വന്തം മകൾ സ്വന്തം ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ആമക്കൾ പലപ്പോഴും മിടുക്കന്മാരാ, പിടിക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല പുളിങ്കമ്പിലേ കയറി പിടിക്കത്തുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കുന്ന ആരാണെന്നറിയാമോ? പെൺകുട്ടികളാണ്. ഒരപ്പൻ്റെ ആയുസ്സിൽ 2-3 തലമുറകൾ തിന്ന് സുഖിക്കാനുള്ള സുഭിക്ഷത ഉള്ളപ്പോഴും ഓർക്കുക, ചെറ്റക്കുടിലേക്ക് പോകുന്ന തീരുമാനങ്ങളോട് പോകുന്ന ചില പെൺകുട്ടികളില്ലേ. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സൗന്ദര്യ സങ്കല്പമായിരുന്നു. എന്ത് ഫെയർ ആൻഡ് ലവ്ലി ഇട്ടുകൊണ്ട് നടന്നതെന്നറിയാമോ? ആരെങ്കിലും ഒന്ന് നോക്കിക്കോട്ടെ എന്നൊക്കെ കണ്ടിട്ട്. പക്ഷെ ഓർക്കുക, ഇപ്പോഴത്തെ പെൺപിള്ളാരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യ സങ്കല്പം എല്ലാം മാറി. കുളിക്കരുത്, നനയ്ക്കരുത്, മുടി വെട്ടരുത്, പല്ല് തേക്കരുത്. ഓർക്കുക, നല്ല മാലാഖയുടെ കണക്കിരിക്കുന്ന പല പെൺപിള്ളാർ കൊണ്ടു നടക്കുന്ന ചില കോലങ്ങളെ കണ്ടാലുണ്ടല്ലോ നമ്മൾ ഒരു വട്ടമേ നോക്കത്തുള്ളൂ, ഒരു വട്ടമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പെൺകുട്ടിയെ, നിന്റെ അപ്പനെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൊള്ളാം, ജീവിതത്തിൻ്റെ ചില തെരഞ്ഞെടുപ്പുകൾ, കർത്താവിനെ അറിയുന്ന ആൺകുട്ടി കർത്താവിനെ അറിയുന്ന പെൺകുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കണം. കർത്താവിനെ അറിയുന്ന പെൺകുട്ടി കർത്താവിനെ അറിയുന്ന ആൺകുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കണം. അല്ലാതെ വരുന്നത് ദൈവ ശിക്ഷയ്ക്ക് നീ അർഹനാകും. ഓർക്കുക, മോശ 10 കൽപ്പനയ്ക്ക് വേണ്ടി യഹോവയാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. താഴെ മോശ ഇറങ്ങി വരാൻ താമസിക്കുന്നത് കണ്ടിട്ട് അഹ്റോന്റെ മുമ്പാകെ ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടിട്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ തട്ടഹസിക്കുകയാണ്. തട്ടഹസിക്കുന്ന ശബ്ദം കേട്ടിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കൽപ്പലക നിലത്തുടച്ച് ചിന്ന ഭിന്നമാക്കുകയാണ്. എന്നിട്ടോ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട ചാരം ഇസ്രായേൽ ജനത്തെ മോശ കുടിപ്പിക്കുകയാണ്. നീ യഹോവയാകുന്ന ദൈവമല്ലാതെ അന്യ ദൈവങ്ങൾ ഒരിക്കലും ജീവിതയാത്രയിൽ ഉണ്ടാകരുത്. കർത്താവിനെ അറിയുന്നവർ തിരഞ്ഞെടുക്കേണ്ടത് കർത്താവിനെ അറിയുന്നതിനെ തന്നെയാകണം. അതുകൊണ്ട് ഓർക്കുക മാതാപിതാക്കളെ, ഈ ലോകം മൊത്തം മാതാപിതാക്കൾ നേടിയാലും മക്കളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, നിങ്ങളുടെ ചില തന്നിഷ്ടങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും തല കുനിക്കാൻ, ജീവിതം തോൽപ്പിക്കാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് ഈ ആധുനിക മാധ്യമങ്ങൾ കൂടി കണ്ടൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ശരിയാണോ തെറ്റാണെന്നോ ഒരു ചോദ്യത്തിന് കാണിക്കുന്ന രസകരമാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ വഴിയെ ഇങ്ങനെ നടന്നു പോകുന്ന ഉടനെ ഓർക്കാപ്പുറത്ത് വന്ന് പാമ്പ് കടിച്ചാൽ ഓർക്കണം, അതാണ് അറേഞ്ച്ഡ് മാര്യേജ്. മനസ്സിലാകുന്നു? നടന്നു പോകുന്ന വഴിക്ക് ഓർക്കാപ്പുറത്ത് പാമ്പ് കടിക്കുന്നതാണ് അറേഞ്ച്ഡ് മാര്യേജ്. എന്നാൽ സ്നേഹം, പ്രേമ കല്യാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പൊത്ത് കാണുന്നു, ആ പൊത്തിലോട്ട് കൈയിട്ടിട്ട് അകത്തിരിക്കുന്ന പാമ്പിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കടി കൊള്ളുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ലവ് മാര്യേജ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്നു? എന്തായാലും കടി കൊള്ളും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം, പുറത്തിലിരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ, അതിനെ പുറത്തെടുത്തിട്ട് കടി കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓർക്കുക, ഏതൊരു പുരുഷനെയും നിലനിർത്തുന്ന 2 ഘടകങ്ങൾ, ഒന്ന് വലത്ത് ദൈവം തമ്പുരാൻ കൊടുത്ത തുണയും 2 ഇടത്ത് ദൈവം തമ്പുരാൻ കൊടുത്ത മക്കളുമാണ്.
അപ്പനോട് പ്രതിസന്ധികളുടെ നടുവിൽ ചേർന്ന് നിൽക്കണം, ഇടത്തും വലത്തുമായി ചേർന്ന് നിൽക്കണം. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. 1, ദൈവം നടത്തുന്നു എന്ന ബോധ്യം. 2, ദൈവത്തിൻ്റെ കരത്തിലാണെന്ന ബോധ്യം. ദൈവം തമ്പുരാൻ തന്നത് തൻ്റെ ഇടത്തും വലത്തുമുണ്ട് എന്ന ബോധ്യം. 4-മത്തെ കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്ന ബോധ്യം. 4-മത്, ഈ ഗൃഹസ്ഥനെ നിലനിർത്തിയത് എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിലുണ്ട്, ഉള്ളതിനാൽ മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്ന ബോധ്യം ഈ ഗൃഹസ്ഥനുണ്ടായിരുന്നു. ഓർക്കുക മാതാപിതാക്കളെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്ന 480 പ്രവാചകന്മാർ, ജീവനുള്ള ദൈവം, അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്ന ദൈവം ഏത് ദൈവം എന്നൊരു ചോദ്യം ഏലിയാവിനോട് ഉന്നയിക്കപ്പെടുമ്പോൾ ഏലിയാവ് പറയുകയാണ്, അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം. ഏറ്റവും ആദ്യം ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്ന 480 പ്രവാചകന്മാർക്ക് അവസരം കൊടുക്കുകയാണ്. അവർ ഒരു യാഗപീഠം പണിതു, യാഗവസ്തുവിനെ അടുത്തു വച്ചിട്ട് ബാലേ ഇറങ്ങി വരണമേ, ബാലേ ഇറങ്ങി വരണമേ, ബാലേ ഇറങ്ങി വരണമേ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. ഉച്ച കഴിഞ്ഞു, യാഗവസ്തുവിനൊരു മാറ്റവും ഉണ്ടായില്ല. തോറ്റു തുന്നം പാടിയിട്ട് ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്നവർ പ്രവാചകൻ മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഏലിയാവിന് അവസരം കൊടുക്കുകയാണ്. ഏലിയാവ് ഒരു യാഗപീഠം പണിതു വച്ചു. അത് 2 സെയാ വിത്ത് വിതയ്ക്കാൻ വലിപ്പത്തിലൊരു തോടുണ്ടാക്കി. തോട്ടിൽ വെള്ളം നിറച്ചു. തോട്ടിൽ നിന്ന് 4 ബക്കറ്റ് വെള്ളം യാഗവസ്തുവിന്മേൽ, 4 ബക്കറ്റ് വെള്ളം യാഗവസ്തുവിന്മേൽ, വീണ്ടും 4 ബക്കറ്റ് വെള്ളം യാഗവസ്തുവിൻ്റെ മേൽ ഒഴിക്കുകയാണ്. എന്നിട്ട് 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഏലിയാവ് ആത്മാർത്ഥതയോടെ തകർന്ന ഹൃദയത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. ഒറ്റവട്ടമേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. അടുത്ത നിമിഷ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെയും ബലിപീഠത്തെയും ദഹിപ്പിച്ചു കളയുകയാണ്. ഇതേ പ്രാർത്ഥന തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ എൻ്റെ പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ, എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ, എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. അടുത്ത പ്രാർത്ഥനയോ, പരിശുദ്ധാത്മാവിറങ്ങി ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവിറങ്ങി ഈ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തവുമായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെയെങ്കിൽ ഓർക്കുക എൻ്റെ ജനമേ, നിങ്ങൾ ഭക്ഷിക്കുന്നത് അപ്പമാണോ ശരീരമാണോ? ഉറക്കെ പറ, നിങ്ങൾ ഭക്ഷിക്കുന്നത് അപ്പമാണോ ശരീരമാണോ? എന്താണ്? ശരീരമാണ്. നിങ്ങൾ പാനം ചെയ്യുന്നത്, കുടിക്കുന്നത് രക്തമാണോ വീഞ്ഞാണോ? എന്താണ്? രക്തമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ബലിപീഠത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ അപ്പം കർത്താവിൻ്റെ ശരീരമാകും, സാധാരണ വീഞ്ഞ് കർത്താവിൻ്റെ രക്തമാകും. അങ്ങനെയെങ്കിൽ നോക്കുക, ബലിപീഠത്തിൻ്റെ മേൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്, അപ്പത്തിൻ്റെ മേൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്, വീഞ്ഞിൻ്റെ മേൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേലും ഇറങ്ങുന്നുണ്ട്. അതാണ് പുരോഹിതൻ കാസായും പീലാസയും ഒഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ബലിപീഠത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ആവസിക്കുകയാണ്. 3 റൂഷ്മായുടെ സമയവും പരിശുദ്ധാത്മാവ് ബലിപീഠത്തിൽ നിന്ന് ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, അപ്പം ശരീരമാക്കിയെങ്കിൽ, വീഞ്ഞ് രക്തമാക്കിയെങ്കിൽ ജനത്തിൻ്റെ മേലും വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ മാറ്റം ആരുണ്ടാക്കുന്നുണ്ട്? തമ്പുരാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കത്തോലിക്ക സഭയിലെ ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്ന് മരിക്കാനായിട്ട് കിടക്കുകയാണ്. സാധാരണ യുവാക്കൾക്ക് 3-4 വർഷങ്ങളാകുമ്പോൾ പുരോഹിതനാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സെമിനാരി വിദ്യാർത്ഥിയോട് ഫാക്കൽറ്റി ഒരു കരുണ കാണിക്കുകയാണ്. അമ്മ നേരത്തെ മരിച്ചു പോകും.
അതിനാൽ ഈ യുവാവിനെ നേരത്തെ വൈദികനാക്കാം. ഒരു തീരുമാനമെടുത്തു. അപ്രകാരം ഒരു ദിവസം പട്ടംകൊട ശുശ്രൂഷ ക്രമീകരിച്ചു. ക്യാൻസർ രോഗം വന്ന് മരിപ്പാറായ അമ്മയെ ഏറ്റവും മുമ്പിൽ വീൽ ചെയറിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഏറ്റവും മുൻപിൽ ഈ പട്ടംകൊട ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ പുരോഹിതൻ കുർബാന അർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് കയറുകയാണ്. കാസയും പീലാസയും കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ഈ പുരോഹിതൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാ. സാധാരണ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവേ, സാധാരണ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ അമ്മയുടെ മേലിറങ്ങി എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അമ്മ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഒരു കാര്യം ജനത്തോട് എനിക്ക് പറയാനായിട്ടുണ്ട്. എൻ്റെ മകൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം വലിയൊരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരികയും എൻ്റെ രോഗത്തിൽ നിന്ന് കർത്താവ് എനിക്ക് സൗഖ്യം തരുകയും ചെയ്തു. ഓക്കുക എൻ്റെ ജനമേ, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ബലിപീഠത്തിൻ്റെ മേൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ ഇറങ്ങുന്നുണ്ട്, മാറ്റമുണ്ടാക്കുന്നുണ്ട്. കുർബാന തക്സ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പുരോഹിതൻ ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഏതൊരു വിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോഴുണ്ടല്ലോ, അത് അവസാനത്തെ കുർബാനയാണെന്നുള്ള തോന്നലോടുകൂടി വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അത് അവസാനത്തെ കുർബാനയാണെന്ന തോന്നലോടുകൂടി വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. അതങ്ങനെയാണ്. വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് കാസയും പീലാസയും എല്ലാം കഴുകി തുടച്ചു വച്ച് കഴിയുമ്പോൾ പുരോഹിതൻ ബലിപീഠത്തോട് ചോദിക്കുന്ന 4 പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമാ: പരിശുദ്ധ ബലിപീഠമേ, ഇനി കുർബാന അർപ്പിക്കാനായി ഈ ബലിപീഠത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. വരാതിരുന്നാൽ എന്നെന്താണ്? പോകുന്ന വഴിക്കോ ഞാൻ മരിച്ചു പോകുകയോ ചെയ്താൽ എൻ്റെ പേരിനെ നിന്റെ ത്രോണോസിൻ്റെ മേൽ ഓർത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പുരോഹിതൻ ബലിപീഠത്തോട് യാത്ര പറഞ്ഞിട്ട് ദേവാലയത്തിൽ നിന്ന് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഓർക്കുക മാതാപിതാക്കളെ, നാളത്തെ വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കുർബാനയാണെന്ന തോന്നലുണ്ടായാൽ 7:30 വരുമോ 9:30 വരുമോ? എപ്പം വരും? നാളത്തെ കുർബാന അവസാനത്തെ കുർബാനയാണെന്ന തോന്നലുണ്ടായാൽ 7:30 വരുമോ 9:30 വരുമോ? എപ്പം വരും? 7:30 വരും. ഓർക്കുക ക്രിസ്ത്യാനിയെ, ഓരോ വിശുദ്ധ കുർബാനയും അവസാനത്തെ കുർബാനയാണ്. 7:30 വന്ന് നിന്നാലോ പരിയമ്പുറത്ത് പോയി നിൽക്കത്തില്ല, അരമതിലെ പോയി ഇരിക്കത്തില്ല, ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കും. വന്ന് നിന്നാലോ എൻ്റെ കണ്ണ് ബലിപീഠത്തെങ്കിലേക്കായിരിക്കും, എൻ്റെ ഹൃദയമോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. കരഞ്ഞോണ്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, അനുതാപത്തോടെ ഞാൻ നിൽക്കുകയുള്ളൂ. ഓരോ വിശുദ്ധ കുർബാനയും അവസാനത്തെ കുർബാനയാണെന്ന തോന്നലോടുകൂടി വേണം ഓരോ ക്രിസ്ത്യാനിയും ആരാധനയ്ക്കായിട്ട് കടന്നു വരാൻ. ഇനി ആരാധനയ്ക്ക് ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് സമ്പന്നനാണോ ദരിദ്രനാണോ? ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് സമ്പന്നനാണോ ദരിദ്രനാണോ? മിണ്ടുന്നില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കരുതുന്നത് സമ്പന്നനെയാണോ ദരിദ്രനെയാണോ? ആരെയാണ്? സമ്പന്നനെയല്ലേ. ദൈവം അനുഗ്രഹിച്ചു എന്ന് കരുതുന്നത് സമ്പന്നനെയല്ലേ. അപ്പോൾ ആ സമ്പന്നൻ വന്ന് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയവൻ എവിടെ വന്ന് നിൽക്കണം? മിണ്ടുന്നില്ലല്ലോ. ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കണം. നമ്മുടെ പള്ളികളുടെ ഒരു ഗതികേടുണ്ട്. എല്ലാ സമ്പന്നന്മാരും പള്ളിക്കകത്താണോ പുറത്താണോ? എവിടാണ്? പുറത്താണ്. ഭൂരിഭാഗം സമ്പന്നന്മാരും പുറത്താണ്. ഇനി ഓർക്കുക, ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് വിദ്യാഭ്യാസമുള്ളവനാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? ആരാണ്? ദൈവം അനുഗ്രഹിച്ചേക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരെയാണോ ഇല്ലാത്തവരെയാണോ? ആരെയാണ്? ഉള്ളവനെയല്ലേ. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടുള്ള അങ്ങനെയെങ്കിലും ഏറ്റവും കാരണം ഒരു സമ്പന്നനെ കണ്ടിട്ട് ഒരു ദരിദ്രന് തോന്നണം, ദൈവമേ അവൻ എന്നും മുമ്പിൽ നിന്ന് കരഞ്ഞത് കൊണ്ടാണ് അവനെ സമ്പന്നനാക്കിയത്, അതുകൊണ്ട് ഞാനും എവിടെ വന്ന് നിൽക്കുന്നു? മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒരു വിദ്യാഭ്യാസമുള്ളവൻ ഏറ്റവും മുമ്പിൽ വന്ന് നിന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നണം, ദൈവമേ അവനെ ഇത്രത്തോളം നീ ഉയർത്തിയത് എന്നും അവൻ മുമ്പിൽ വന്ന് നിന്നതുകൊണ്ടാണല്ലോ ഞാനും എവിടെ വന്ന് നിൽക്കുന്നു? ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കുന്നു. പള്ളിയോടും പട്ടക്കാരോടും ആദ്യം യുദ്ധം ചെയ്യാൻ വരുന്നത് സമ്പന്നനാണോ ദരിദ്രനാണോ?
ഉറക്കെ പറ. സമ്പന്നനാണ്. ദൈവത്തോടും ദേവാലയത്തോടും ആദ്യം മല്ലുപിടിക്കാൻ വരുന്നത് വിദ്യാഭ്യാസമുള്ളവനാണോ വിദ്യാഭ്യാസമില്ലാത്തവനാണോ? ഉറക്കെ പറ. വിദ്യാഭ്യാസമുള്ളവനാണ്. ദൈവം അനുഗ്രഹിച്ചു എന്ന് ബോധ്യമുള്ള സമ്പന്നനാണ് ആദ്യം ദൈവത്തോടും ദേവാലയത്തോടും പല പള്ളികളിലും വെല്ലുവിളിക്കാനായിട്ട് വരുന്നത്. ദൈവം അനുഗ്രഹിച്ചു എന്ന് തോന്നുന്ന വിദ്യാഭ്യാസമുള്ളവനാണ് ദേവാലയത്തിന്റെയും പുരോഹിതന്റെയും സമാധാനം കളയുന്നത്. ഓർക്കുക, ദൈവം ഉയർത്തിയ മനുഷ്യ ഒരു നിമിഷം മതി ഇല്ലാതാക്കാൻ. എന്റേതെന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടായാൽ മതി, ദൈവം തകർത്ത് കളയും. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, ദൈവ സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്നെ നിങ്ങളെ എല്ലാം ഉയർത്തുമ്പോഴുണ്ടല്ലോ, തല കുനിഞ്ഞോണ്ടേയിരിക്കണം. അവിടെ മാത്രമേ കിട്ടിയ വിദ്യാഭ്യാസവും കിട്ടിയ സമ്പത്തും തലമുറകൾക്ക് കൈമാറാൻ ദൈവം നിലനിർത്തുകയുള്ളൂ. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓർക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ആരാധന അപ്പം ശരീരമാക്കുന്നുവെങ്കിൽ, വീഞ്ഞ് രക്തമാക്കുന്ന മാറ്റം ബലിപീഠത്തിന്റെ മേൽ ഉണ്ടാകുന്നുവെങ്കിൽ, എൻ്റെ ജനമേ, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ മാറ്റം മനസ്സിനുണ്ടാകും, ശരീരത്തിന് സൗഖ്യമുണ്ടാകും, മനസ്സിന് സമാധാനം കിട്ടും, ഭവനങ്ങളിൽ കർത്താവ് മാറ്റമുണ്ടാക്കും. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കാനാവിലെ കല്യാണം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 3-4 കാര്യങ്ങൾ. പറയപ്പെടാത്തൊരു പേര്, കാണപ്പെടാത്തൊരു വ്യക്തിത്വം. എന്നാൽ ആ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോകുമ്പോൾ ഹൃദയം തകരുന്നത് ഗൃഹസ്ഥൻ്റേതാണ്. ഏറ്റവും കൂടുതൽ ആ നെറ്റിയിലെ വേർപ്പൊഴുക്കേക്കുന്നത് ഗൃഹസ്ഥൻ്റേതാണ്. ആ പ്രതിസന്ധികളുടെ നടുവിൽ ആ ഗൃഹസ്ഥനെ നിലനിർത്തിയെങ്കിൽ 3-4 കാര്യങ്ങൾ. ഒന്നാമത്, കർത്താവാണ് നടത്തുന്നതെന്ന ഒരു ബോധ്യം. കർത്താവ് നടത്തുന്നു എന്ന ബോധ്യം എങ്ങനെയാണ്? പ്രാർത്ഥന എന്ന ബന്ധമാണ്. എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് പകരണം. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ എൻ്റെ ഹൃദയത്തിലേക്കും പകരുന്ന പ്രാർത്ഥന. അതുള്ളവന് മാത്രമേ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവാണ് എന്നെ നടത്തുന്നതെന്ന ബോധ്യമുണ്ടാകുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. 2-ാമത്തെ കാര്യം, കർത്താവിൻ്റെ കരത്തിലാണ് ഞാനെന്ന ബോധ്യം. അല്പം ആരോഗ്യമുള്ളപ്പോൾ കൈപിടിച്ചു നടത്തും. ഒട്ടും ആരോഗ്യമില്ലാതെ ബലഹീനനാകുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ഇടയൻ്റെ കയ്യിൽ ആട്, കർത്താവിൻ്റെ കരത്തിൽ ആട്. ഒറ്റപ്പെടുമ്പോഴാണ്, എല്ലാവരും കൈവിടുമ്പോഴാണ്, സഹിക്കാൻ വയ്യാത്ത വേദനകളിലേക്ക് അകപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. 3-ാമത്തെ കാര്യം, പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ഗൃഹസ്ഥനെ നിലനിർത്തുന്നെങ്കിൽ വലത്ത് തുണയായി ദൈവം കൊടുത്ത ഭാര്യയാണ്, വലത്ത് താങ്ങും തണലുമായി ദൈവം കൊടുത്ത ഭാര്യ, ഇടത്ത് ആശ്വാസവും അനുഗ്രഹവുമാകുന്ന മക്കൾ. ഭാര്യ, മക്കൾ. അപ്പനെ ഒരിക്കലും തോൽപ്പിക്കരുത്. മക്കളെ, കാണപ്പെടാത്തൊരു ദൈവം കഴിഞ്ഞാൽ കാണപ്പെടുന്ന 2 ദൈവങ്ങൾ നിൻ്റെ അപ്പനും അമ്മയുമാണ്. കാണപ്പെടാത്ത ദൈവം കഴിഞ്ഞാൽ കാണപ്പെടുന്ന 2 ദൈവങ്ങൾ നിൻ്റെ അപ്പനും അമ്മയുമാണ്. അവരെ ഒരിക്കലും നിൻ്റെ തന്നിഷ്ടങ്ങൾ മുഖാന്തരം, പിടിവാശികൾ മുഖാന്തരം ഒരിക്കലും സങ്കടപ്പെടുത്താൻ ഒരിക്കലും ഇടയാകരുത്. 4-ാമത്തെ കാര്യം, കർത്താവ് എൻ്റെ ഭവനത്തിലുണ്ട് എന്ന ബോധ്യം. കർത്താവ് ഉണ്ടെങ്കിൽ മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്നൊരു ബോധ്യം ഈ ഗൃഹസ്ഥനുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മേൽ സാധാരണ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവ്, സാധാരണ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കുന്ന പരിശുദ്ധാത്മാവ്, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിൻ്റെ വലത്തുകരം, അത് തന്നെ ബലിപീഠത്തിൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേലും ഇറങ്ങുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയും അവസാനത്തെ കുർബാനയാണെന്ന തോന്നലോടുകൂടി വേണം ഞാനും നിങ്ങളും കടന്നു വരാൻ. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ യോഹന്നാൻ മാബ്ദാനയുടെ പെരുന്നാൾ നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.